ഞാൻ ഇന്നേ വരെ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല. ഞാൻ വേണമെന്ന് വെച്ച് പഠിച്ച ഒരേ ഒരു പരീക്ഷ ഈ CPO പരീക്ഷയാണ്. ആ പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി. +1 കണക്കിന് തോറ്റ എനിക്ക് ഈ കഴിഞ്ഞ CPOയ്ക്ക് എനിക്ക് 7 മാർക്കോളം കിട്ടി. ആ 7 മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉറപ്പായിട്ടും നല്ല മുന്നോട്ട് വന്ന് നല്ല റാങ്കുകൾ ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ കൂലിപ്പണിക്ക് പോകും, അതേപോലെ തന്നെ കാറ്ററിങ്ങിന് പോകും, പിന്നെ അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ വണ്ടി ഓടാൻ പോകും. ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അതിനോടൊപ്പം നമ്മളെ പഠിത്തവും കൂടെ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരുപക്ഷെ ലക്ഷ്യ വന്നതാണ് PSCയിലെ ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയത്. എന്താണ് PSC, എങ്ങനെ അത് ക്രാക്ക് ചെയ്യണം ഒരിത് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ വരുന്നത് മലയൻകീഴിലെ മഞ്ചാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനും പിന്നെ ഞാനുമാണ് ഉള്ളത്. സ്കൂൾ കാലഘട്ടം 10ാം ക്ലാസ് വരെ ഇവിടെ അടുത്തുള്ള കണ്ണശ മിഷൻ ഹൈസ്കൂളിലാണ്. +2 ഇവിടെ ഗവൺമെൻറ് SMV സ്കൂളിലാണ് പഠിച്ചത്. ഡിഗ്രി കാലഘട്ടം ഗവൺമെൻറ് കോളേജ് മലയൻകീഴിൽ നിന്നാണ് BA ഇംഗ്ലീഷ് ആയിരുന്നു പൂർത്തിയാക്കി. അതിനുശേഷം 2022 ആ ഡിഗ്രി കാലഘട്ടം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കാട്ടാക്കട ലക്ഷ്യയിലാണ് ജോയിൻ ചെയ്തത്. ആദ്യമായി PSC പഠനത്തിന് തുടക്കം കുറിക്കുന്നത് കാട്ടാക്കട ലക്ഷ്യയിലാണ്. ആദ്യഘട്ടം പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, നമ്മളെക്കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയുമോ, ഞങ്ങളെക്കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസക്കുറവൊക്കെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും, അക്കാഡമിക് ലെവലിൽ നല്ല പഠനം കാഴ്ചവെച്ചാൽ മാത്രമേ PSC ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയൂ, ഉന്നത റാങ്കിലോട്ട് എത്താൻ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസക്കുറവ് ഒട്ടുമിക്ക ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിലുള്ള തോന്നൽ പോലെ എൻ്റെ മനസ്സിലും അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ അക്കാഡമിക്കിൽ തന്നെ ഞാൻ ഭയങ്കര മുന്നിലോട്ടല്ല, എന്നാൽ പോലും ഒരു ആവറേജ് ലെവലുള്ള ഒരു പഠിത്തമായിരുന്നു. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ കണക്കിന് തോറ്റൊരു വ്യക്തിയാണ് ഞാൻ +1. അതേസമയം ആ സമയം തന്നെ +1 കണക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പാസ് മാർക്കിൽ മാത്രം പാസ്സായ ഒരാളാണ് ഞാനത് എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, കണക്കിന് തോറ്റ ഞാൻ +2 ഞാൻ കണക്ക് എൻ്റെ ജീവിതത്തിലേ ഇനി വേണ്ട, ഇനി ഞാൻ എടുക്കില്ല എന്ന് കരുതിയ ഒരു വിഷയമായിരുന്നു. പക്ഷേ ഡിഗ്രി കാലഘട്ടത്തേക്ക് എത്തിയപ്പോൾ ഞാൻ BA ഇംഗ്ലീഷ് ആയിരുന്നു പഠിച്ചത്. ആ കാലഘട്ടത്തിലൊന്നും കണക്കിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. പിന്നീട് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉള്ളതുപോലെ ഒരു ജോലി നേടണം. അതും പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ വളരെയേറെ അത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അത്രമാത്രം രാവിലെ ഉറക്കമഴിച്ച് ഓടുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് അന്ന് എനിക്ക് ആ ആർമി റാലി ക്ലിയർ ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ അതിൻ്റെ എല്ലാം ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരള PSCയിലേക്ക് ഫോഴ്സ് എക്സാമുകൾ വിളിക്കും, നിനക്ക് അത് എഴുതിക്കൂടെ എന്ന് അച്ഛൻ ഇതേപോലെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ PSCയിൽ പോലീസ് വിളിക്കുമല്ലോ, നിനക്ക് ധൈര്യമായിട്ട് എഴുതാമല്ലോ, അത് നിനക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്താഗതി ഈ നമ്മുടെ ചുറ്റുപാടുള്ളവർ പറയും PSCയൊക്കെ പഠിക്കുന്നവർ ഒരുപാട് പഠിക്കണം, ഒരുപാട് നമ്മളെ കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റൂല, അതിന് ഭയങ്കര കോമ്പറ്റീഷനാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചുറ്റുമുള്ളവരെല്ലാവരും പറയും. പക്ഷേ നമ്മളതൊന്നും മനസ്സ് വയ്ക്കില്ലേ. നമുക്കൊരു ലക്ഷ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്പം പതുക്കെയായിരുന്നാൽ പോലും നമ്മളെ കയ്യിൽ തന്നെ എത്തിച്ചേരും. ഇപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ഉള്ളത് CPOയുടെ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 2ാം റാങ്കാണുള്ളത്. ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം ഞാൻ ഇന്നേ വരെ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല. ഞാൻ വേണമെന്ന് വെച്ച് പഠിച്ച ഒരേ ഒരു പരീക്ഷ ഈ CPO പരീക്ഷയാണ്. ആ പരീക്ഷ എനിക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റി. അതെടുക്കാൻ പറ്റിയതെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ കൂലിപ്പണിക്ക് പോകും, അതേപോലെ തന്നെ കാറ്ററിങ്ങിന് പോകും, പിന്നെ അതേപോലെ തന്നെ ഒഴിവ് സമയങ്ങളിൽ വണ്ടി ഓടാൻ പോകും. ഇങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അതിനോടൊപ്പം നമ്മളെ പഠിത്തവും കൂടെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തർക്കും ചിലപ്പോൾ അത് ഫീലാവും. കാരണം ഞാൻ ഈ 2 റാങ്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. എന്നാൽ പോലും
നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ പഠിത്തത്തിനനുസരിച്ച് നമ്മൾ ഉറപ്പായിട്ട് ലിസ്റ്റിൽ വരും. ഇത്രയും നാൾ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സപ്ലിയിലെങ്കിലും ആദ്യം ഒന്ന് വരണം. സപ്ലിയിൽ വന്നു കഴിഞ്ഞാലെങ്കിലും നമുക്കൊരു വിശ്വാസം വരും. നമുക്ക് അടുത്ത് വരുന്ന പരീക്ഷയിൽ ഇപ്പോൾ സപ്ലിയിൽ വന്ന് നമുക്കത് മെയിൻ ലിസ്റ്റിലാക്കണം. അത് കഴിഞ്ഞ് അടുത്ത പരീക്ഷ വരുമ്പോൾ നമ്മൾ റാങ്കിലോട്ട് എത്തണം, മേളിലോട്ട് എന്നൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നാമതെത്താൻ തന്നെ പഠിക്കണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എത്തും. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ ഭയങ്കര പിന്തുണ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ഒരു നേട്ടം ഒരിക്കലും കൈവരിക്കാൻ പറ്റില്ല. അതേപോലെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തൊരു വായനശാലയുണ്ട്, മലയങ്കിരി അമ്പലത്തിന് തൊട്ട് ബാക്കിൽ തന്നെ യുവ. അപ്പോൾ ഈ ലക്ഷ്യയിലെ ക്ലാസ് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം നൈറ്റ് ക്ലാസ്സിന് ഫുള്ള് കമ്പൈൻ സ്റ്റഡി ആയിട്ട് ആ വായനശാലയിലാണ് ഇരുന്ന് വായിക്കാറ്. ഒത്തിരി കൂട്ടുകാരെല്ലാം ഉണ്ട് അവിടെ. അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെ ലക്ഷ്യയിൽ പഠിച്ചിട്ട് രാത്രി നമ്മളവിടെ പോയി ആ വായനശാലയിൽ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യും. ക്ലാസ്സല്ല, അവിടെ നമ്മൾ കമ്പൈൻ സ്റ്റഡിയാണ്. അപ്പോൾ അതും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് മെമ്മറി പവർ കിട്ടും. അങ്ങനെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബക്കാർ എല്ലാവരും സഹായം കൊണ്ട് ഇതുവരെ എത്തി. ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത് ലക്ഷ്യയാണ്. ലക്ഷ്യ ഒരുപാട് ജീവിതത്തിൽ എന്നെ സഹായിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ട് കാട്ടാക്കട ലക്ഷ്യയിലാണ് ജോയിൻ ചെയ്തത് 2022 ജനറൽ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ PSCയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചു വരുന്നൊരു സമയമായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കോളേജ് ലൈഫിൽ നിന്ന് പിന്നെ ഒരു PSC ലൈഫിലോട്ട് വന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു തുറന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു അടച്ച സാഹചര്യത്തിലോട്ട് വന്നപ്പോൾ അത് എന്തൊക്കെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു അതെല്ലാം അവിടെ നേരിട്ടു. കാരണം ഡെയിലി എക്സാംസ്, നമുക്ക് സ്റ്റഡി പ്ലാന്, വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം പഠിച്ചുകൊണ്ട് വരേണ്ട കാര്യങ്ങൾ, അതിനിടയിൽ കൂടെയാണ് ജോലി. അപ്പോൾ നമുക്കൊരു ദിവസം ഗ്യാപ്പ് കിട്ടും. ആ ഒരു ദിവസത്തിന് ചിലപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ചിലപ്പോൾ ജോലിക്ക് പോകുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് വന്നിരുന്ന് ഈ ബാക്കി ക്ലിയർ ചെയ്യേണ്ടത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ തുടക്കമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നിമിഷം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അതൊക്കെ തന്നതുകൊണ്ടായിരിക്കണം നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത്. തമ്പാനൂർ ലക്ഷ്യയിൽ LD ബാച്ചിനായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ LD ബാച്ചിൽ അത് ഏകദേശം ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. ആ LD ബാച്ചിൽ വളരെ നല്ല ക്ലാസ്സായിരുന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇതുമായിട്ട് കണക്റ്റായി. ഡെയിലി എക്സാംസ്, അതേപോലെ തന്നെ മന്ത്ലി എക്സാംസിന് കാട്ടാക്കട ലക്ഷ്യം പഠിച്ചിരുന്നപ്പം ഏറ്റവും മോശം കുട്ടി ഞാനായിരുന്നു ആ ക്ലാസ്സിൽ. എനിക്ക് തോന്നുന്നു മാർക്ക് തീരെ വാങ്ങിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി ഞാനായിരുന്നു. അതേസമയം അത് മാറി തമ്പാനൂർ ലക്ഷ്യയിലോട്ട് വന്നപ്പോൾ മന്ത്ലി ടെസ്റ്റിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ദിവസങ്ങളുമുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ അത് പറഞ്ഞതിൻ്റെ കാര്യം, ആ +1 കണക്കിന് തോറ്റ എനിക്ക് ഈ കഴിഞ്ഞ CPOയ്ക്ക് എനിക്ക് 7 മാർക്കോളം കിട്ടി. ആ 7 മാർക്ക് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉറപ്പായിട്ടും നല്ല മുന്നോട്ട് വന്ന് നല്ല റാങ്കുകൾ ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും. രാവിലെ മുതൽ ഉച്ചവരെ SCRT ഫുള്ള് കവർ ചെയ്ത് പോകുകയെന്നായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ SCRTയുടെ ഓരോ പാഠഭാഗം, സയൻസ്, എക്കണോമിക്സ്, കറണ്ട് അഫെയർസ്, ഈ വിധ ഭാഗങ്ങളെല്ലാം രാവിലെ മുതൽ ഒരു 8 മണി മുതൽ ഉച്ചയ്ക്ക് ഒരു 1-1:30 വരെ ഈ ഭാഗം ക്ലിയർ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം 2 മണി മുതൽ ഞാൻ ഈ കണക്കിന് 2-2:30 വരെ ആഹാരം കഴിച്ചിട്ട് 2:30 മുതൽ ഈ കണക്കിനായിരുന്നു ഞാൻ വീക്ക്. അപ്പോൾ ഈ 2:30 മുതൽ ഒരു 4-4:30 വരെ ഈ ക്ലാസ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് നോക്കിയിട്ട് കണക്ക് ചെയ്ത് പഠിക്കുമായിരുന്നു. സ്വന്തമായിട്ട് നോട്ട് തയ്യാറാക്കി അങ്ങനെ പഠിക്കുമായിരുന്നു. കണക്ക് എല്ലാ ബേസിക് എല്ലാം തുടങ്ങി അങ്ങനെ ക്ലിയർ ചെയ്ത് വന്നായിരുന്നു. അതിനുശേഷം 5 മണി തൊട്ട് ഒരു 6:30-6:45 വരെ ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഈ റീസെൻ്റ്ലി നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ ലക്ഷ്യയുടെ നോട്ടുമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഫുഡ് ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം തൊട്ടടുത്തൊരു വായനശാലയുണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്, യുവ. അപ്പോൾ അവിടെ എല്ലാവരുമായിട്ട് ചേർന്നിരുന്ന് ഈ നമ്മളൊരു 100-150 ക്വസ്റ്റ്യൻ തയ്യാറാക്കും, അത് ചർച്ച ചെയ്യും പരസ്പരം. അങ്ങനെയായിരുന്നു രാത്രി. അതിനുശേഷം ഒരു 10:30-ക്ക് ശേഷം ഈ
ഈ പോലീസ് പരീക്ഷയുടെ ഒരു 3 മാസം മുന്നേ സ്പെഷ്യൽ ടോപ്പിക്ക് സ്വന്തമായിട്ട് പഠിക്കുമായിരുന്നു. ഓരോ ഭാഗം വെച്ച് ഒരു ദിവസം ഇത്ര പേജ് വീതം കവർ ചെയ്ത് പോയിരുന്നു. അങ്ങനെയാണ് CPOക്ക് പഠിച്ചത്. പിന്നെ ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമായിരുന്നു. രാവിലെ ഒരു 6 മണിക്കൊക്കെ എണീച്ച് വീണ്ടും പഠിത്തം തുടരുമായിരുന്നു. എന്നാൽ പോലും ഭൂരിഭാഗം ദിവസങ്ങളിലും നോർമലായിട്ട് 8 മണിക്ക് എണീച്ചിട്ട് തുടങ്ങുന്ന രീതിയിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഒരു പരിധിക്ക് ശേഷം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെ നമുക്ക് പ്രഷർ ഉണ്ടാവാം. കാരണം അവരുടെ സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞു വരാം. നമ്മൾ ഈ ജോലിക്ക് പോയിട്ട് ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും അവർക്ക് തന്നെ സ്വാഭാവികമായിട്ടും ഒരു പേടി വരും. നമ്മൾ എത്ര പഠിക്കുന്നു എന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഈ ചുറ്റുപാടുമുള്ളവർ ചിലപ്പോൾ അവരോട് പറയും, PSC നമ്മൾ വിചാരിക്കും പോലെയല്ല, നമുക്കൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ എക്സാം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം മോശമായി പോവുമോ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ചിലപ്പം ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ കൊണ്ട് ചിലപ്പോൾ അവർ നമ്മളോട് പറയും എന്തെങ്കിലും ഒരു കമ്പനിയിലോ എന്തെങ്കിലും ഒരു ജോലിയും കൂടെ നോക്കണമെന്ന് പറയും. പക്ഷേ അതിലൊന്നും മനസ്സ് തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അവരെയൊന്നും ആശ്രയിക്കാതെ നമ്മൾ പഠിച്ചെടുക്കണം. നമ്മൾ ആ വാശിയോടെ നമുക്ക് ഏത് ജോലിയിലോടാണോ താല്പര്യം അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. എൻ്റെ പേര് ഹരികുമാർ, നിഖിലിൻ്റെ അച്ഛനാണ്. ഞാൻ കൂലിപ്പണി ചെയ്ത് ആണ് നിഖിലിനെ പഠിപ്പിച്ചതും നിഖിലിൻ്റെ പഠിത്തത്തിന് വേണ്ടി നല്ലവണ്ണം രീതിയിൽ കൊണ്ടു നടന്ന് അവരെ പഠിപ്പിച്ച ഒരു പരിധി വരെ എത്തിയപ്പോൾ എനിക്ക് സുഖമില്ലാതായിപ്പോയി. അത് കഴിഞ്ഞ് നിഖിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കി നല്ലൊരു മാർക്ക് ടെസ്റ്റിൽ കിട്ടി. 2ാം റാങ്ക് വന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അവനെ പഠിക്കാൻ പൊയ്ക്കഴിഞ്ഞാൽ രാത്രി 11 മണി 12 മണി വരെ ഇരുന്ന് പഠിക്കുകയും വെളുപ്പിലെ 4-5 മണിക്ക് എണീറ്റിരുന്ന് അടുത്ത ക്ലാസ്സിന് പോകുന്ന സമയം വരെയും പഠിക്കും. അമ്മയുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. പഠിക്കാൻ രാവിലെ വിളിച്ചുണർത്തുകയും രാത്രി കിടക്കുന്ന സമയം വരെ അമ്മ ഉറക്കമൊഴിഞ്ഞിരിക്കുകയൊക്കെ ചെയ്ത ഒരു ഫാമിലിയാണ് ഞങ്ങളത്. അവന് അനിയനും സപ്പോർട്ടുണ്ടായിരുന്നു പഠിക്കുന്നതിന് വേണ്ടി. ഈ ഒരു സമയത്ത് ഇങ്ങനൊരു വിജയം കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. അതുപോലെ നാട്ടുകാർക്കും അവൻ്റെ ആ വിജയത്തിലേക്ക് ഒരു നല്ലൊരു സന്തോഷമുണ്ട്. നാട്ടുകാർ ആണ് ആദ്യം ഇവിടെ അറിഞ്ഞ് എൻ്റെ കൂടെ മോൻ വിളിച്ച് പറഞ്ഞ് ഞാൻ അവരെ അറിയിക്കുന്ന മുമ്പ് അവരെല്ലാം അറിഞ്ഞ് ഇവിടെ തന്നെ ഫ്ലെക്സ് വയ്ക്കുകയും നാട്ടുകാർ ഇവിടെ ആഘോഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു. 100 റാങ്കിന് പുറത്ത് പോകുമെന്നാണ് മോൻ ആദ്യം എൻ്റെ കൂടെ പറഞ്ഞിരുന്നത്. 2ാം റാങ്ക് കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതേപോലെ അപ്പോഴേ ഞാൻ അവൻ്റെ അനിയനോട് പറഞ്ഞ് നീ ഇതേപോലെ മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് ചേട്ടൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഈ അവസരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയോടും അച്ഛനോടുമാണ്. കാരണം എനിക്കിത്രയും ആയിട്ട് പോലും എന്നോടൊപ്പം എനിക്കൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഒരു സാഹചര്യത്തിലും എന്നെ ഒന്നും പറയാതെ എനിക്ക് പൂർണ്ണ പിന്തുണ തന്ന അവരോടാണ് ആദ്യത്തെ നന്ദി. പിന്നെ എന്നെ ഒരുപാട് സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ, പിന്നെ മലയൻകീഴ് യുവ എന്ന് പറയുന്ന നമ്മുടെ ഒരു വായനശാലയുണ്ട്, അവിടെയുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരത്രയും സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ നാട്ടുകാർ, അവരെനിക്ക് ഒരുപാട് മറ്റുള്ളിടത്തെ പോലെയല്ല എനിക്ക് മക്കളെ ഉറപ്പായിട്ട് നീ കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാം തന്നവരാണ്. പിന്നെ അതേപോലെ എൻ്റെ കുടുംബക്കാർ, പിന്നെ അതിനോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്യ, എൻ്റെ അധ്യാപകർ, അനുരൂപ് സാറ്. ഒരുപക്ഷെ ലക്ഷ്യ വന്നതാണ് PSCയിലെ ആദ്യ പാഠങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റിയത്. എന്താണ് PSC, എങ്ങനെ അത് ക്രാക്ക് ചെയ്യണം ഒരിത് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. എല്ലാവരോടും നന്ദി. കൂടെ നിന്ന് പിന്തുണച്ച എല്ലാവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.